തങ്ങളുടെ പൗരന്മാർ എത്രയും വേഗം ഇറാൻ വിടണമെന്ന് ഫ്രാൻസ് അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്യണമെന്നും അവിടെയുള്ള പൗരന്മാർ എത്രയും പെട്ടെന്ന് മടങ്ങി വരണമെന്നുമാണ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 880 ദിവസമായി ഇറാൻ്റെ തടങ്കലിലുണ്ടായിരുന്ന ഫ്രഞ്ച് പൗരന്മാരെ വിട്ടയച്ചതിന് പിന്നാലെയാണ് ഫ്രാൻസ് പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഫ്രാൻസ് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ഇറാൻ തടങ്കലിലാക്കി വിലപേശാൻ സാധ്യതയുണ്ട് എന്ന് ഫ്രാൻസിൻ്റെ വിദേശകാര്യ വക്താവ് ക്രിസ്റ്റോഫ് ലെമോയിൻ പറയുന്നു. ഏതായാലും ഈ ഹൂത്തികളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ ഇറാനാണ്. ഇനി ഒരു ആക്രമണം ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് വന്നാൽ അതിന് തിരിച്ചടി ഇറാന് നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആക്രമണം ഇറാന് നേരെ ഉണ്ടായേക്കാം. ഒരുപക്ഷെ അവരുടെ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ആക്രമണം ഉണ്ടാകുക. അതിനു മുൻപ് തന്നെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ പെടുന്ന പൗരന്മാർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ രാജ്യം വിടണമെന്നാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം മാറുന്നില്ല. അത് കൂടുതൽ കലാപകലുഷിതമായി യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.